പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യം എന്തായിരുന്നു? ഏഷ്യ കപ്പിൽ ഇന്ത്യ ആ കിരീടത്തിൽ 9ാം വട്ടവും ഇന്ത്യ കിരീടം എടുക്കുന്ന ആ ഒരു സമയം, ഇന്ത്യ വിജയിച്ച ആ ഒരു മൊമെന്റ്, അത് എല്ലാ ഇന്ത്യക്കാരനും ഒരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് തന്നെയായിരുന്നു. അത്രയും അഭിമാനവും അത്രയും സന്തോഷവും ഒന്നും സമീപകാലത്തൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. നമ്മുടെ അജയ്കുമാർ പറയുന്നത് ഇന്ത്യ വാങ്ങാത്ത കപ്പുമായി പാകിസ്ഥാൻ മന്ത്രി പാകിസ്ഥാനിലേക്ക് പോയി അഫ്രീദി അവിടെ ആഘോഷം തുടങ്ങിയെന്നൊക്കെയാണ്. അപ്പം ഈ രീതിയിലുള്ള കമന്റുകളും ഒക്കെയും വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് അതിലേക്ക് പോയാൽ 9ാം വട്ടമാണ് കിരീടം ഇന്ത്യ നേടുന്നത് ഏഷ്യ കപ്പിൽ. 147 റൺസ് വിജയലക്ഷ്യം. അവസാന ഓവറിൽ മറികടന്നു അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മയാണ് കളിയിലെ താരം. അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരം. സഞ്ജു സാംസണും വിജയത്തിൽ നിർണായകമായി പങ്കുവഹിച്ചു. അതേസമയം പാക് ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കിരീടം സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിക്കുകയും ചെയ്തു. ജോയ്മോൻ ജോസ് നമുക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ കളി ആദ്യ അവസാനം കണ്ട ആളാണ്. ഇന്നലെ രാത്രി വൈകി നമ്മുടെ പ്രേക്ഷകരുമായി ഈ സന്തോഷമൊക്കെ പങ്കുവെച്ച ആൾ കൂടിയാണ് ജോയ്മോൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മാച്ച്? സേതു, അത്യന്തം ആവേശകരമായ ഒരു കലാശ പോരാട്ടമാണ് ഇന്നലെ അരങ്ങേറിയത്. അതായത് ആദ്യം മുതൽ അവസാനം വരെ ഒരു പന്ത് പോലും വിടാതെ മത്സരം വീക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി മത്സരത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും നൽകിയ ഒരാളെന്ന് ഞാൻ പറയുന്നത്. അതായത് ത്രില്ലർ പോരാട്ടമായിരുന്നു. അതായത് ചരിത്ര ഫൈനലിൽ ആവേശകരമായ ഒരു അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യ 9ാം വട്ടവും ഏഷ്യ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. അതുതന്നെയായാലും ചിരവൈരികളായ പാകിസ്ഥാനെ, അതായത് വിവാദങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊണ്ട ഒരു ഏഷ്യ കപ്പ് ടൂർണമെൻ്റായിരുന്നു. അതിൽ തന്നെയായാലും ഇന്ത്യ പാക് പോരാട്ടം വളരെ ഒരു യുദ്ധം പോലെ കണ്ടിരുന്ന ഒരു മൈതാനത്തിൽ യുദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു സീസൺ, ഒരു ടൂർണമെന്റ് കൂടിയായിരുന്നു. അതിൽ തന്നെയായാലും ഈ പാകിസ്ഥാനെ 5 വിക്കറ്റ് തകർത്താണ് ഇന്ത്യ 9ാം കിരീടത്തിൽ മുത്തമിട്ടത്. അതിൽ തന്നെയായാലും എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞാൽ ഓരോ താരങ്ങൾ, അതായത് ഇന്ത്യയുടെ 11 താരങ്ങളും മികച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ഈ കളിക്കളത്തിൽ സംഭാവന നൽകി. അതായത് ഈ ടൂർണമെന്റിലുടനീളം നമുക്ക് ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന്റെ ഒരു അടിത്തറയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. എന്ത് തന്നെയായാലും ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ, അതായത് പാകിസ്ഥാൻ ഉയർത്തിയ 146 റൺസ് 7 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് പിന്തുടർന്ന് ഇന്ത്യക്ക് ഓപ്പണർമാരെ നഷ്ടമായിരുന്നു. എങ്കിൽ തന്നെയാലും പിന്നീട് മലയാളി താരം സഞ്ജു സാംസണും അതുപോലെ തന്നെ തിലക് വർമ്മയുടെ ഒരു വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് ഈ ജയത്തിലേക്ക് ഒരു നിർണായക പങ്ക് വഹിച്ചത്. അപ്പോൾ തിലക് വർമ്മയ്ക്ക് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് സഞ്ജു സാംസണും അതുപോലെ തന്നെ ശിവം ദൂബെയൊക്കെ കളം നിറഞ്ഞൊരു മത്സരമായിരുന്നു. അതിൽ തന്നെ ആവേശം അലയടിച്ചൊരു മത്സരമായിരുന്നു. അതിൽ തന്നെയായാലും ഇന്ത്യക്ക് ഒരു അവിസ്മരണീയ ജയം, അതായത് ഇന്ത്യയുടെ ഒരു ജയത്തിന്, അതായത് ഈ ഒരു ഇന്ത്യ പാക് പോരാട്ടം ഒരു ഫൈനലിൽ നടക്കുന്ന ഒരു ആദ്യ മത്സരമായിരുന്നു. അതായത് ഫൈനലിൽ ഇരു ടീം ഏറ്റുമുട്ടുന്നത്. അതിൽ തന്നെ പാകിസ്ഥാനെ തകർത്തെറിയാൻ ലഭിച്ചത് ഇന്ത്യക്ക് ഈ ടൂർണമെൻറ്റിൽ ഇത് 3ാം വട്ടമാണ്. അപ്പോൾ ഹാർട്രിക് ജയത്തോടുകൂടി പാകിസ്ഥാനെ മലർത്തിയടിച്ചാണ് ഇന്ത്യ കിരീടം ഉയർത്തിയിരിക്കുന്നത്. അതിൽ തന്നെയായാലും ഈ വിവാദങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഹസ്തദാന വിവാദം ഉൾപ്പെടെ നമ്മൾ ഈ ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യയുടെ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ അതിന് പറഞ്ഞു നോക്കുക, ഇന്ത്യ കിരീടം ഉയർത്തുവാണെങ്കിൽ ACC അധ്യക്ഷനിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല. അത് തന്നെയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. കിരീടവുമായി ACC അധ്യക്ഷൻ എത്തിയപ്പോൾ സൂര്യകുമാർ യാദവ് സംഘവും അത് ഏറ്റുവാങ്ങാൻ തയ്യാറല്ല. അപ്പോൾ കിരീടമില്ലാതെ ആഘോഷപ്രകടനങ്ങൾ ഉൾപ്പെടെ അരങ്ങേറിയിരുന്നു. അപ്പോൾ വിവാദങ്ങളാൽ നിറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഈ മത്സരത്തിന് ആദ്യം തന്നെ, അതായത് ടോസിനെത്തിയപ്പോൾ തന്നെയായാലും വിവാദങ്ങൾക്ക് തുടക്കം കൊളുത്തിയിരുന്നു വീണ്ടും. അതായത് 2 കമന്റേറ്റർമാരായിരുന്നു ടോസിനെത്തിയത്. അതിൽ തന്നെയായാലും രവി ശാസ്ത്രിയോടായിരുന്നു ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് സംസാരിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ നായകൻ സൽമാൻ ആഗ സംസാരിച്ചത് വക്കാർ യൂനിസിനോടും. അങ്ങനെ വിവാദങ്ങൾ നിറഞ്ഞൊരു ടൂർണമെൻറ്റിന്, അല്ലെങ്കിൽ ഒരു ഏഷ്യ കപ്പിന് സന്തോഷ പര്യവസാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട പ്രകടനമാണ് അഭിഷേക് ശർമ്മയുടെ. ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യക്ക് കരുത്തായ അഭിഷേക് ശർമ്മ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യൻ സ്പിന്നർമാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അതായത് മികച്ച രീതിയിൽ ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാൻ, അതായത് ഇതുവരെ പാകിസ്ഥാന് പടുത്തുയർക്കാൻ പറ്റാത്ത ഒരു പവർ പ്ലേയിൽ മികച്ച റണ്ണിന് പാകിസ്ഥാൻ പടുത്തുയർത്തുകയും 10 ഓവർ അവർ 80 റൺസ് പിന്തുടർന്ന് കളി പലകുറി ഇന്ത്യക്ക് കൈവിട്ട് പോകുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ ഗംഭീര തിരിച്ചുവരവാണ് ഇന്ത്യൻ താരങ്ങൾ നടത്തിയത്. അതിൽ തന്നെ സ്പിന്നർമാരുടെ പ്രകടനം നിർണായകമായിരുന്നു. അതായത് 100 റൺസിന് 1 വിക്കറ്റ് നഷ്ടമായ പാകിസ്ഥാനെ പിന്നീട് 45 റൺസ് എടുക്കുന്നതിനിടെ വളരെ ഓൾ ഔട്ടായി. അതിൽ തന്നെ ആയാലും ഈ 10 വിക്കറ്റുകളിൽ 8 വിക്കറ്റുകളും വീട്ടി ഇന്ത്യൻ സ്പിന്നർമാരാണ്. അതിൽ തന്നെ ലീഡ് ചെയ്യുന്നത് കുൽദീപ് യാദവാണ്. 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് കുൽദീപ് എടുത്തത്. അപ്പോൾ ഈ ഒരു മത്സരം എന്നെ സംബന്ധിച്ചും ഇന്ത്യൻ ക്രിക്കറ്റിലെ ആരാധകരെ സംബന്ധിച്ച് വളരെ ആവേശകരവും സന്തോഷവും നൽകുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ കിരീടം ഉയർത്തി അവസാനിപ്പിച്ചിരിക്കുന്നത്. സേതു, ഓക്കെ ജോയ്മോനെ, ശരി. അപ്പോൾ അതാ ക്രിക്കറ്റ് വിശേഷങ്ങൾ, ഏഷ്യ കപ്പ് വിശേഷങ്ങളാണ് ജോയ്മോൻ ജോസ് പങ്കുവെച്ചത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുന്നേരം 5 മണിക്ക് ഹൈഫൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം സോണി ചെറുവത്തൂരൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയേണ്ടായിരുന്നു, നമ്മൾ ഇതുവരെ ഇന്നലെ പറഞ്ഞത്, അതായത് ഇത്രയും മത്സരങ്ങളിലൊക്കെ വളരെ അജയ്യരായിട്ട് വന്നിട്ട് അവസാന നിമിഷമൊക്കെ പരാജയപ്പെട്ടാൽ ആ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി, അങ്ങനെ അങ്ങനത്തെ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇത്രയും സമ്മർദ്ദമാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ മേലുണ്ടായിരുന്ന സമ്മർദ്ദം എത്രത്തോളം ആയിരിക്കും. അതായിരുന്നു ഇന്നലെ സഞ്ജു സാംസൺ മത്സരം വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. വലിയ സമ്മർദ്ദമായിരുന്നു. അങ്ങനെ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിച്ചാണ് 9ാം വട്ടവും നമ്മുടെ ടീം ഇന്ത്യ
അജയ്യരായി ഏഷ്യാ കപ്പും ചൂടി തിരികെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ജോയ്മോനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.